ഹലോ ഗായ്സ്, അങ്ങനെ ഇന്ന് നേരം വെളുത്ത് ജീവനോടിങ്ങ് വന്ന് എൻ്റെ കറിവേപ്പില ഇന്നലെ പിച്ചു വെച്ചിരുന്ന ഇച്ചിരി വാട്ടലുണ്ട്. ഇച്ചിരി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റായി കാണിക്കുന്നത് പോംഗ്രാനൈറ്റ് ഇത് കഴിക്കാനുള്ളത്. കറിവേപ്പിലയിൽ വെളുത്തുള്ളി ഇട്ടിട്ട് ജ്യൂസ് അടിക്കും. ജ്യൂസ് മീൻസ് തൈര് ഒഴിക്കും ഗൈസ്. ഇതിൽ ഇച്ചിരി തൈര് കണ്ട എൻ്റെ തൈര് സൂപ്പർ. പശുവും പാൽ ഇവിടെ അടുത്തൊരു പശുവിനെ വളർത്തുന്നവരുണ്ട്. അതിൽ നിന്ന് ഇച്ചിരി തൈര് അങ്ങോട്ട് എടുത്ത് പാലെടുത്ത് തൈരാക്കും ഗൈസ്. ഇതിപ്പോൾ അടിച്ച് കഴിഞ്ഞാൽ കലക്കി എടുക്കും. അവിടെ ഇരിക്കട്ടെ ഗൈസ്. പിന്നെ ഉള്ളത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ് കപ്പക്കിഴങ്ങ്. ആ കപ്പക്കിഴങ്ങും ഈ കറിവേപ്പില ജ്യൂസുമാണ് ഞാൻ കഴിക്കുന്നത്. കണ്ടോ, ഇത് 4 എണ്ണം. ബാക്കി അടച്ചിങ്ങനെ വെച്ചിരിക്കും ഗൈസ്. പിന്നെ ഇത് കണ്ടോ നിങ്ങൾ, ഇതിനകത്ത് നമ്മളെ ആ സ്ലേറ്റിൽ തേക്കുന്ന വെള്ളിത്തണ്ടില്ലേ, വെള്ളിത്തണ്ടെന്നും മഷിത്തണ്ടെന്നൊക്കെ പറയത്തില്ലേ, അത് ഔഷധ ഗുണമുള്ളതാണ് ഗൈസ്. അതിനകത്ത് നമ്മുടെ കുമ്പളങ്ങ, അതുപോലെ നമ്മുടെ കുക്കുംബർ അതും ഇട്ടിട്ട് ഒരു ബീട്രൂട്ടും ഇട്ട് ഇച്ചിരി മഞ്ഞപ്പൊടിയും ഇച്ചിരി നമ്മുടെ കൊച്ചി ജീരകവും ഇച്ചിരി ഉപ്പും, അത് മാത്രമേ ഉള്ളൂ ഗൈസ്. ഉലുവപ്പൊടി അതും ഇട്ടിട്ട് സെറ്റാക്കി എടുക്കും. ഇതിപ്പോൾ ജ്യൂസ് അടിച്ച് കാണിക്കുക ഗൈസ്. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ്. അങ്ങനെയാണ്. ഇതിപ്പോൾ തൈര് കൂടിയതുകൊണ്ടാണ് ഗൈസ് ഇതിനകത്ത് പച്ചിലയുടെ നിറം, കറിവേപ്പിലയുടെ നിറം കുറഞ്ഞിരിക്കുന്നത്. കറിവേപ്പില നന്നാങ്ങ് അരച്ച് വെച്ചേക്കുവാണ് ഗൈസ്. കണ്ടോ, ആദ്യം ഈ വേപ്പിലയെ കുറച്ചിട്ട് അരയ്ക്കണം. ഇല മാത്രമായിട്ട് ഇച്ചിരി വെള്ളം കുടഞ്ഞു കൊടുത്തിട്ട്, എന്നിട്ട് വേണം തൈരൊക്കെ ഒഴിച്ച് ഇച്ചിരി തൈരും ഉപ്പ്. ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് വേണം പിന്നെ ഉച്ചയ്ക്കുള്ളതിനാണ് ഇത് നമ്മുടെ ഈ സംഭവം. അപ്പോൾ ഗൈസ് ഞാൻ ഇത് കഴിക്കാൻ പോകുന്നു ഗൈസ്. അത് കഴിഞ്ഞിട്ടൊക്കെ പോംഗ്രാനൈറ്റൊക്കെ എടുത്തിട്ട് ഇളക്കി റെഡിയാക്കിയിട്ട് കാണിക്കാം ഗൈസ്. ഇത് ഞാനിപ്പോൾ കുടിക്കും. ഇത് കാണുമ്പം തന്നെ എനിക്കൊരു ആവേശമാണ്. ഇത് കുടിച്ചോളാൻ മേല. അയ്യോ, എന്നാ ടേസ്റ്റാണെന്നറിയാവോ ഗൈസ്. ഇതാ ഇതിനകത്തോട്ടങ്ങ് ഒഴിച്ചങ്ങ് ഇളക്കി തിന്നാം. ഇതിൻ്റെ തോലങ്ങോട്ട് കളഞ്ഞിട്ടേ ഇത് നമ്മൾ നല്ലോണം കമ്പിയിട്ട് തേച്ച് കഴുകി എടുക്കുന്നത്. സ്റ്റൂൾ അതിട്ട് തേച്ച് കഴുകി എടുക്കുന്നതാണ് ഗൈസ്. എങ്കിലും അതിൻ്റെ തോലങ്ങ് ഇരിക്കുന്നതായി. എന്നിട്ട് ഈ കറിവേപ്പില ജ്യൂസ് ഉണ്ടല്ലോ, എൻ്റെ കയ്യിൽ നീരടിച്ചെന്ന് തോന്നുന്നു, അത് ഇതിനകത്തോട്ട് ഒഴിക്കും ഗൈസ്. നമ്മളെ ദോശയ്ക്ക് ചമ്മന്തിക്കറി ഒഴിക്കുന്ന പോലെ ഒഴിക്കും. എന്നിട്ട് ഇങ്ങനെ കുഴച്ചങ്ങ് കഴിക്കും. ഭയങ്കര ചൂട് ഗൈസ്. അപ്പോഴേ നിങ്ങളിങ്ങനെയൊക്കെ ഒന്ന് കഴിച്ചു പോകും. കുറച്ച് നാളുകൂടെ ആരോഗ്യം ഇങ്ങനെ നിൽക്കും. കറിവേപ്പില എന്ന് പറയുന്നത് കൊളസ്ട്രോളിനെ അടിച്ച് കളയുക. അതിനകത്തൊരു വെളുത്തുള്ളിയും കൂടി ഇടും. കറിവേപ്പില ഭയങ്കരമായിട്ട് നമ്മളെ ഹൈജീൻ ബോഡിക്കകത്തുണ്ടാക്കും. വിഷാംശങ്ങൾ പുറന്തള്ളും, ബോഡി ക്ലീനാക്കി എടുക്കും ഗൈസ്. അപ്പോഴേ നിങ്ങൾ കഴിക്കുന്നോ? ഇങ്ങനെ കഴിച്ചു നോക്കിയിട്ട് പറ. ഇതിനകത്ത് ചിലവരൊരു കാന്താരിയും കൂടി ഇട്ട് അടിക്കും. എനിക്ക് എരി അത്ര പിടിക്കൂല, പേടിയാണ് എനിക്ക് എരിയെ. അപ്പോഴേ ഗൈസ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ബൈ ബൈ.